കാണുക. മാധുര്യമേറും നിന്നേത്രങ്ങൾ ശോകപൂർണങ്ങളാണല്ലോ. ആവിന്റെ തിരുനേത്രങ്ങൾ കൊണ്ട് നോക്കുക ഞങ്ങളെ. അടലേറുന്നോരി ഊഴിയിൽ ഞങ്ങൾ ഇടറി വീഴാതെ നീങ്ങിടാൻ അമ്മേ നിൻ തിരുകൈകളിൽ എന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ. മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന് നേത്രങ്ങൾ കൊണ്ട് നോക്കുക. നിൻ പാതയിൽ മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കലഹങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട്, കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമായിട്ട് വഴിവിട്ട് പോകുന്ന രീതിയിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടുക എന്ന് പറയും. ആ രീതിയിൽ ശക്തമായിട്ട് നമുക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ആ ഒരു ശക്തമായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു തിന്മയെയും എതിർക്കാനും തോൽപ്പിക്കാനും സാധിക്കും. അപ്പം ഈ ഒരു ജന്മം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന വലിയൊരു ദാനമാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മുടെ യേശു കർത്താവ് യേശു ക്രിസ്തു 33 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയത് മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം സമൃദ്ധിയിലാണ് ആ ഒരു മിനിസ്ട്രി തുടങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ശിഷ്യന്മാർ വല ഇറക്കിയ സമയത്ത് തിബരിയാസ് കടൽ തീരത്ത് യേശു നടന്നു വന്നപ്പോൾ അവർക്ക് മത്സ്യമൊന്നും കിട്ടിയില്ല. അവർ അക്കരയ്ക്ക് യേശു നിൽക്കുന്നത് കണ്ടു, പക്ഷെ യേശു ആണെന്നുള്ളത് പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? അവരവരുടെ കഴിവിലും അധ്വാനത്തിലും ഒക്കെ വിശ്വസിച്ച് അവർ ആഴങ്ങളിലേക്ക് അവരുടെ വിശ്വാസം ഇറക്കാനായിട്ട് അവർ മറന്നുപോയി. അവരുടെ സ്വന്തം കഴിവിലും പരിചയ സമ്പത്തിലും ഒക്കെ വിശ്വസിച്ച് അവരുടെ ആ ഒരു ശക്തിയിൽ അവർ വിശ്വസിച്ചു. ദൈവത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് എന്തായി? അവർ ക്ഷീണിതരായി. ഒന്ന്, അക്കരെ നിൽക്കുന്നത് യേശുവാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാതായി. അവരുടെ വലയിലൊന്നും കിട്ടുകയും ഉണ്ടായി. പക്ഷെ ദൈവം പറഞ്ഞ സ്ഥാനത്ത് വല ഇറക്കിയപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു വലത് ഭാഗത്ത് വല ഇറക്കാൻ അവർക്ക് സമൃദ്ധിയുടെ ഒരു വലയാണ് ലഭിച്ചത്. വല കീറിയുമില്ല, ധാരാളം സമൃദ്ധമായി മീൻ ലഭിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് 33 വർഷമായിരുന്നു. അത് തുടങ്ങിയത് കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി സമൃദ്ധിയിൽ തുടങ്ങി. അത് അവസാനിച്ചത് തിബരിയാസ് കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് വല നിറയെ സമൃദ്ധിയായി മീൻ കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളിത് ദൈവത്തിൻ്റെ ആ ഒരു ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മളത് ക്ലെയിം ചെയ്യുക. ദൈവം നമുക്ക് സമൃദ്ധിയായിട്ട് തന്നെയാണ് ഈ ഭൂമി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ സമൃദ്ധി കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ ദൈവം പറയുന്ന ഭാഗത്തല്ല വല ഇറക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ആഴങ്ങളിലേക്ക് ഇറക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും എന്താണ്, ഞാൻ ഇത്രയും അധ്വാനിച്ചു, ഞാൻ ഇത്രയും ഒക്കെ പ്രയത്നിച്ചു, ഇത്രയും ഒക്കെ നന്മ ചെയ്തിട്ടും എനിക്ക് എന്താണ് എപ്പോഴും ഇങ്ങനെ അടിക്കടി ശിക്ഷകളും ഇങ്ങനെയുള്ള പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ പരിചയ സമ്പന്നതയിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പകരം നമ്മൾ ഇതെല്ലാം ദൈവത്തിൽ വിട്ടുകൊടുക്കുക. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നത്? ഈ ഭൂമിയുടെ യാത്രയിൽ നമ്മൾ എല്ലാവരും അതിഥികളും ദൈവത്തെ നമ്മൾ ആതിഥേയ ഹോസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ബാണ്ഡക്കെട്ടുകൾ, കഷ്ടപ്പാടുകൾ അത് നമ്മൾ ചുമത്തില്ല. അതെല്ലാം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കും. കാരണം എന്താ? നമ്മളിവിടെ അതിഥിയാണ്.
നമ്മളിവിടെ യാത്രക്കാരാണ്, നമ്മളിവിടെ സ്ഥിര താമസത്തിന് വന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഇതെല്ലാം ചുമക്കേണ്ട കാര്യമില്ല. നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസം ആഴങ്ങളിലേക്ക് ഇറക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ആണ് ഇവിടുത്തെ ആതിഥേയൻ, നമ്മളിവിടെ അതിഥി. അപ്പോൾ നമുക്ക് ദൈവം വാഗ്ദാനം തരുന്ന ആ സമൃദ്ധി സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ ആതിഥേയമാക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ഓരോ കാര്യവും ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ ആലോചിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദിയുള്ള ഒരു ഹൃദയത്തോടുകൂടി ജീവിക്കുക. അതാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. നമ്മൾ എന്താണ് പറയുന്നത് അതൊരു പ്രപഞ്ചത്തിലോട്ട് നമ്മൾ നന്മയായിരിക്കും. നമ്മൾ നല്ലത് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലത് സ്വീകരിക്കാൻ പറ്റും. നമ്മൾ തിന്മ എപ്പോഴും നമുക്ക് കുറവുകൾ അതിൻ്റെ ഇല്ലാന്നാണെങ്കിൽ അത് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കില്ല. അതാണ് നമ്മൾക്ക് വേണ്ട തിരിച്ചറിവ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പറയണം. അപ്പോൾ നല്ലത് മാത്രം പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കുറവിന് നമുക്ക് ലഭിക്കും. ആ വാക്കിന് അത്രയും ശക്തിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് നാക്കാണ് ഏറ്റവും വലിയ ആയുധം. ഈ നാക്ക് വെച്ചിട്ട് ഒരാളെ വളർത്താനും ഒരാളെ തളർത്താനും സാധിക്കും. തീയാണ് ഏറ്റവും വീര്യം കൂടിയ വിഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ നാക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നാക്കുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താനും മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും തണലുമാകാൻ സാധിച്ചാൽ നമുക്കും ആനുകൂല്യം ലഭിക്കും. അപ്പം ഞാൻ ഇവിടെ പിന്നെയും പറയുകയാണ്, സമൃദ്ധിയുടെ സുവിശേഷമാണ് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ സമൃദ്ധി നമുക്ക് എല്ലാവർക്കും ലഭിക്കണം, അത് രുചിക്കണം. ആ സമൃദ്ധി ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മളിവിടെ അതിഥിയാണ്, ദൈവമാണ് ആതിഥേയൻ എന്നുള്ള ചിന്ത വെച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വല നിറയെ മീനാണ് കിട്ടും. വല കീറിയതുമില്ല, എല്ലാവർക്കും സമൃദ്ധി. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ വലത് ഭാഗത്ത് വലയിറക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു അരുളപ്പാടിനായിട്ട് ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് മനസ്സ് ഒരുക്കുക, ഹൃദയം സ്വീകരിക്കും. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ വരും. നമ്മൾ കുറവുകൾ നോക്കാതെ ഈ ഒരു മെയ് മാസം, മാതാവിൻ്റെ വണക്കമാസമായിട്ടുള്ള മെയ് മാസം നമുക്ക് സമൃദ്ധി തന്നെയാണ് മാതാവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സമൃദ്ധി നമ്മൾക്ക് നമ്മുടെ എല്ലാവരുടെയും ആരെങ്കിലും ദുഃഖം തരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അന്വേഷണം എന്താ? എങ്ങനെ സന്തോഷവും സമാധാനം, അല്ലേ? നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും? ഇതല്ലേ നമ്മുടെ ആവശ്യം. നമ്മൾ തേടുന്നതും അതല്ലേ, എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, അല്ലേ? നല്ലൊരു ആശ്വാസമല്ല. ദൈവമായ കർത്താവ് നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. നല്ല വചനമല്ലേ? നല്ല വചനം. നമ്മളിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കാൻ. നമ്മൾ തേടുന്നതും അതല്ലേ, ആരെങ്കിലും സഹായിക്കാനായിട്ട്. നമ്മൾ പറയുന്നതും അതല്ലേ, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കഷ്ടപ്പാട്, ആരെങ്കിലും സഹായിക്കണേ എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത് വേറെ രീതിയിൽ. അപ്പൊ കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നത്? കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും.
അങ്ങനെ ഉജ്ജ്വലമായ പ്രിയപ്പെട്ടവനാണ് തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ ഉപേക്ഷിക്കണമേ.